മച്ചന്മാരെ അങ്ങനെ നമ്മുടെ ഗെയിമിലേക്ക് മോട്ടു പട്ടിലൂടെ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ NPC പ്ലെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചും കാര്യങ്ങളും നമുക്കിപ്പോൾ സ്കൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സ്കൈയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതും കൂടെ പറഞ്ഞിരുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ബുൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ബുൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എടുക്കുന്നത്, ഇതിൻ്റെ ചിപ്പ് കോഡും കാര്യങ്ങളും എന്താ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുക്കാത്തവരെങ്ങനെയാണ് എടുക്കേണ്ടത് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗെയിമിലേക്ക് മോട്ടു പട്ടിലൂടെ ഒരു NPC പ്ലെയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറയുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നേക്കുന്ന ഒരു ബുൾ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ആയിരുന്നു അതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നലെയാണ് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും നമ്മളിത് വാട്സപ്പ് ചാനലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, കുറേ പേർക്ക് കിട്ടിയിട്ടില്ല, വർക്ക് വന്നിട്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്കും കാര്യങ്ങളും ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടിടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യമുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്തവരാണെങ്കിൽ പഴയ ഫയലൊന്ന് കളയേണ്ടതാണ്. പഴയ ഫയൽ കളഞ്ഞിട്ട് പുതിയത് ഞാനിപ്പോൾ തരുന്ന ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പഴയതും പുതിയതും കൂടെ വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ ഫയൽ കളഞ്ഞിട്ട് പുതിയ ഫയൽ എടുക്കേണ്ടതാണ്. അത് ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ ഇത് പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ നെറ്റും കാര്യങ്ങളും ഓഫ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ഗെയിമിൻ്റെ അകത്ത് വരേണ്ടതാണ്. ഗെയിമിൻ്റെ അകത്ത് കയറുമ്പോൾ നെറ്റ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, ആഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി നേരെ നമ്മൾ വീണ്ടും പുറത്തും കാര്യങ്ങളൊക്കെ കയറിയിട്ടാണ് ഇനി ഫോൺ എടുത്ത് RGS മെനു എടുക്കേണ്ടതാണ്. RGS മെനുവിൻ്റെ അകത്ത് നമുക്കാണെങ്കിൽ ഇവിടെ മെനു ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാര്യമുണ്ട്. ആ ലോഡ് ക്ലിക്ക് ചെയ്ത് തന്നെ നമ്മൾ നേരെ നമ്മുടെ ഫയൽ മാനേജറിനകത്തോട്ട് പോകും. ഫയൽ മാനേജറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബുള്ളിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ബുൾമാൻ ക്യാരക്ടറിനാണ് ഇതിൻ്റെ പേര് കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നതിനേക്കാളും ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് അവിടെ സെർച്ച് ബാർ ഉണ്ട്. പണ്ടെങ്കിൽ സൈഡിൽ തന്നെ സൈഡിൽ നമുക്ക് റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് സെർച്ച് ബാർ ഉണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ബുൾമാൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫയലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പാടായിരിക്കും. എനിക്കിവിടെ ആണെങ്കിൽ ബുൾമാൻ എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ പോയി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അതിൽ സെർച്ച് ചെയ്തെടുത്താൽ മതി. സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ബുൾമാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ബുൾമാൻ ഇവിടെ കാണാത്തിച്ച് വേറൊന്നും കൊണ്ടല്ല. നമ്മളൊന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് നേരെ നമ്മുടെ ക്യാരക്ടറും കാര്യമാണ് നമ്മുടെ ഫാങ്കളുടെ ക്യാരക്ടറായിട്ട് മാറിയിട്ട് ബുൾമാനും ആദ്യമായിരിക്കും ബുൾമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബുൾമാനും ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എടുക്കാത്തവർ ഒന്ന് പോയി എടുത്ത് നോക്കേണ്ടതാണ്. അതുപോലെ തന്നെ എടുത്തവർ കിട്ടാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു ബുൾമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ജസ്റ്റ് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതുപോലത്തെ വേറെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉള്ളവരുണ്ട് ജസ്റ്റ് അവിടെ കമൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പറിനോട് ചോദിക്കുന്നുണ്ട്. ഡെവലപ്പറിന് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പറിനും കൂടെ കുറച്ചുകൂടി ഈസി ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഡെവലപ്പർ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ബുൾമാൻ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. കുറേ പേര് എന്നോട് വേറെ ആ ക്യാരക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരുടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരു സാധനം തരുമ്പം അതിൻ്റെ എബിലിറ്റി, അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ ക്വാളിറ്റി അതെല്ലാം വെച്ച് വേണ്ടേ നമുക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ട ക്യാരക്ടറിൻ്റെ നെയിമും കാര്യങ്ങളും വെച്ചൊന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വരുന്ന വീഡിയോസിൽ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയായി ഇവിടം വരെ ആയിന്നൊക്കെ. അപ്പോൾ എന്തായാലും കുറേ പേര് എന്നോട് ചോദിച്ചു അയൺമാനും കാര്യങ്ങളൊക്കെ എന്തായി, അയൺമാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയൺമാനും സ്പൈഡർമാനും ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ എബിലിറ്റിയും കൂടെ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നതാണ് ഇതുവരെ അറിയാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ എബിലിറ്റി കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനകത്തോട്ട് മോട്ടു പട്ലു എന്ന് പറയുന്ന NPC പ്ലെയറും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് കിട്ടുന്നത് കുറേ പേർക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ പബ്ലിഷും കാര്യങ്ങളൊക്കെ ആവുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷും കാര്യങ്ങളായിട്ട് നിൽക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മേ ബി നാളെ മറ്റന്നാളത്തിനകം നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് കിട്ടുന്നതിന് മുമ്പ് ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ആഡ് ചെയ്യുന്ന രീതി മാത്രമല്ല ഇതിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞുതരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ മോട്ടു പട്ലു
പട്ലു എന്ന് പറയുന്ന NPC പ്ലെയറിൻ്റെ എനിക്ക് കുറച്ച് മോഡലും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബീറ്റ വേർഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ നമുക്ക് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തായാലും നമ്മൾ 2 ദിവസം മുമ്പാണ് നമ്മൾ ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മോട്ടു പട്ലുടെ ഒക്കെ ഫുള്ളായിട്ടുള്ള രീതിയിൽ ലിങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെയോ മറ്റന്നാളത്തിനകം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മോട്ടു പട്ലു എടുത്തപ്പോൾ നമ്മളെ കൂടെ തന്നെ ഫോളോവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡോറേമോനും ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് അതേ രീതിയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് വ്യത്യാസം കാര്യങ്ങളുണ്ട്. നമുക്ക് ഗണ്ണെടുത്ത് നമ്മൾ ഫയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ തിരിച്ച് അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും മോട്ടും പട്ലും കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഫീച്ചറും കാര്യമാണ് നമ്മൾ ഡെവലപ്പർ കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനത് കാണിച്ചു തരുന്നതാണ്. ഞാനിപ്പോൾ ഗണ്ണും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എയിമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊരു വീഡിയോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളെ മാത്രം വീഡിയോ ഒക്കെ എല്ലാവരും കൂടെ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നടക്കത്തിലേക്ക് നമുക്ക് തിരിച്ച് ഡിഫീറ്റ് ചെയ്യാൻ കുറിച്ച് പാടിലേക്ക്. അപ്പോൾ ഞാൻ ഒരാളെ മാത്രമായിട്ട് എടുക്കാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്ന് വരുന്നതുകൊണ്ടാണ് ഇച്ചിരി പാടും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് ഞാൻ ഒരാളെ മാത്രമായിട്ട് സെലക്ട് ചെയ്തെടുത്ത് ഞാൻ വീഡിയോ വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വരുന്ന സമയത്ത് നമ്മളത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ലിങ്ക് വഴി തന്നെ ആയിരിക്കും വരുന്നത്, വേറെ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഒരാളെ മാത്രമായിട്ട് സ്പെസിഫൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വെടി വെച്ചിട്ടുണ്ട്. വെടിയൊക്കെ നമ്മൾ ഇടിക്കാനായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഇടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വെടി വെച്ച് കൊല്ലുന്നുമുണ്ട് അതിനെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ ഗെയിമിനകത്തൊരു പാഡും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്, ഫൈറ്റിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി വരുന്ന ലിങ്ക്സിൻ്റെ അകത്തോട്ട് നമുക്ക് വേറെ വല്ല ഫീച്ചറും കാര്യങ്ങളും ആഡ് ചെയ്യുമ്പോൾ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഇനി ആഡ് ചെയ്യുന്ന രീതിയും കൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ ഫീച്ചറും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യുന്ന രീതിയും കൂടെ എന്ന് വെച്ചാൽ വേറെ വലിയ സ്റ്റെപ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ പുറത്ത് വരുമോ, ഫോണ് കാര്യങ്ങൾ എടുക്കുക, എന്നിട്ട് RGS മെനു എടുക്കുക. RGS മെനുവിൻ്റെ അകത്ത് നമുക്ക് ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലോഡിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് തന്നെ നമുക്കാണ് ഈ മോട്ടു പട്ലുടെ NPC പ്ലേയുടെ ലിങ്കും കാര്യങ്ങളും നമ്മൾ എന്തായാലും നാളെ മറ്റന്നാളത്തിനകം പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് പോയി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഗൂഗിൾ ഡ്രൈവ് വഴിയായിരിക്കും നമ്മൾ ഇട്ട് തരുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പോയി ഡൗൺലോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. ഫോണിൻ്റെ അകത്ത് വന്നതിന് ശേഷം നിങ്ങൾ നേരെ ഇതിനകത്തൊന്ന് RGS മെനു എടുക്കേണ്ടതാണ്, ലോഡ് എടുക്കേണ്ടതാണ്. എന്ന് മോട്ടു പട്ലു എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും, അല്ല ഫയലും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഫയൽ കിട്ടുമ്പോൾ നിങ്ങളത് ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്പോൺ ചെയ്താൽ മതി. സ്പോൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ മോട്ടു പട്ലു കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത്രയും നാളും വന്നേക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് ക്യാരക്ടർ തന്നെയാണ്, മോട്ടു പട്ലു ആണോ അതോ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കമൻറ്റും കാര്യങ്ങൾ ചെയ്യണം. മോട്ടു പട്ലു ആണോ അതോ നിങ്ങൾക്ക് വന്ന ഡോറേമോനാണോ, ഏത് ക്യാരക്ടറായിട്ടും ഏത് NPC പ്ലെയർ ആയാലും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ് വന്നേക്കുന്നതെന്ന് കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അത് കണക്കും നമുക്ക് കൂടുതൽ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് പുതിയ സ്കൈ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഈ സ്കൈയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ അന്വേഷിച്ചായിരുന്നു, നമ്മുടെ ഡെവലപ്പറോടെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. ഇനി വരുന്ന അപ്ഡേറ്റ്സിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതെന്ന് ചോദിച്ചായിരുന്നു. അതിലിപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഫീച്ചറും കാര്യമുള്ള ഫീച്ചറല്ല, ഒന്നാമത്തെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് കിട്ടാൻ പോകുന്ന സാധനമാണ് നമ്മുടെ സ്കൈയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ സ്കൈയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഓറഞ്ച് കളർ നമുക്കൊരു സൺസെറ്റിൻ്റെ രീതിയിലൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സ്കൈൻ്റെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നെക്സ്റ്റ് അപ്ഡേറ്റിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇതിന് തലേദിവസം ഇന്നലെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് പുതിയ വീഡിയോ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണോ അതോ മോഡ് ലിങ്ക് വേണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ പേര് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എന്നിട്ട് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചതിൻ്റെ പരിധിയിൽ നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളുമാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. മറ്റേ ഇപ്പോൾ സ്കൈയുടെ ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ്ലി നിലവിൽ നമുക്കാണെങ്കിൽ 99 വെച്ച് ഫോഗുണ്ട്, അതുപോലെ തന്നെ റെയിനുണ്ട്, നൈറ്റുണ്ട്, തണ്ടറിങ് ലൈറ്റ്സും ഉണ്ട്, ഇന്ന് ചിടിമിന്നലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസും കാര്യങ്ങളാണ് നമുക്കിപ്പം നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ വരാൻ പോകുന്ന സ്കൈ ക്ലൈമറ്റും കാര്യങ്ങളാണ് നമ്മുടെ ഓറഞ്ച് കളറായിട്ട് ഇരിക്കുന്ന സാധനം. അപ്പോൾ എത്ര പേർക്ക് ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ട് ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്. കമൻറ്റ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും വരുന്ന അപ്ഡേറ്റ്സിൽ നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെയും കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെയും കൂടെ അപ്ഡേറ്റ്സ് അറിയണമെന്നൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതും കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് നമ്മുടെ സ്കൈയുടെ അപ്ഡേറ്റും കാര്യങ്ങളും. അതുപോലെ തന്നെ സ്കൈ മാത്രമല്ല നമുക്ക് കിട്ടാൻ പോകുന്ന അപ്ഡേറ്റ്സ് വേറെയും കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് സ്കൈയുടെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ വല്ലതും ക്ലൈമറ്റ്സും കാര്യങ്ങളൊക്കെ വല്ല ആഡ് ചെയ്യണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലൈമറ്റിൻ്റെ കാര്യം കൊണ്ട് സംസാരിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് റോൾസ് റോയ്സിൻ്റെ പുതിയൊരു മോഡലും കാര്യങ്ങളും കിട്ടാൻ പോകുന്നൊരു മോഡലും കാര്യങ്ങളും. അപ്പോൾ പഴയ റോൾസ് റോയ്സ് വേണോ വേണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് കമൻസും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതുപോലെ പഴയ റോൾസ് റോയ്സും വേണം, പുതിയതും വേണം, അല്ലെങ്കിൽ പഴയത് മാറ്റി
പഴയതിൻ്റെ ചിപ്പ് കോഡിൽ പുതിയ റോൾസ് റോയ്സ് വേണം എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതലും കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ഏതാണോ കിട്ടുന്നത് അതിനനുസരിച്ചിടയ്ക്ക് നമ്മുടെ ഡെവലപ്പറിൻ്റെ കയ്യിൽ കൊടുക്കും, നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതുകൂടെ മസ്റ്റായിട്ട് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ ഫീച്ചറും കാര്യങ്ങളും നമുക്ക് കിട്ടാൻ പോകുന്നുണ്ട്. വേറെ കുറേ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണമെന്നൊക്കെ കുറേ പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ വരുന്ന വീഡിയോസ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഫീച്ചേഴ്സും കാര്യങ്ങളും. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഫീച്ചേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾസോ അതുപോലെ തന്നെ കുറേ പേർക്ക് മോഡ് വേണമെന്ന് നമ്മുടെ ഈ ചാനലിനകത്ത് വന്നിട്ട് കമൻറ്റ്സും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വാട്സപ്പ് ചാനലടിയിൽ നമ്മൾ കുറച്ച് പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡിൻ്റെ ലിങ്കും അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ മതിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എന്നോട് പറഞ്ഞത് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ നമ്മുടെ യൂട്യൂബിൽ കമൻറ്റ്സ് ഇടുന്നവർ കുറേ പേര് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണ്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ കമൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെയും എന്ന് വെച്ചാൽ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും ഒരു വട്ടോടെ പോളും കാര്യങ്ങളും ഇടുന്നുണ്ട്. അപ്പോൾ പോൾ ഇട്ടതിന് ശേഷം ഞാൻ ഇതിനകത്ത് നിന്ന് ഭൂരിഭാഗം ഏറ്റവും കൂടുതൽ എവിടെയാണോ പോൾ കൂടുതൽ കിട്ടുന്നത് വെച്ചാൽ ആ വീഡിയോ ആയിരിക്കും നെക്സ്റ്റ് ഇടാൻ പോകുന്നത്. നെക്സ്റ്റ് ആ വീഡിയോ ഇട്ടതിന് ശേഷം ആയിരിക്കും നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് മോഡ് വേണമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾക്കാണെങ്കിൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് കാര്യങ്ങളും മോഡ് വെച്ചിട്ട് കുറേ മൾട്ടിപ്ലേയേഴ്സിനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ കുറേ പേർക്ക് ചെയ്യണമെന്ന് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പോളും കാര്യങ്ങളും ഇടുന്നുണ്ട് യൂട്യൂബ് ചാനലിൽ. അപ്പോൾ വാട്സപ്പ് ചാനലിട്ട പോളിൻ്റെ ഞാനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ഞാനിപ്പം ഈ വീഡിയോ ഇട്ട് തരുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഇപ്പം കിട്ടിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വട്ടം കൂടി പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലും ഇട്ടേക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് കയറിയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്റ്റും കാര്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അതായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സിലേക്ക് എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്നുകൂടെ അതുകൂടെ കമൻറ്റ്സ് കാര്യമായിട്ട് ചെയ്യണമെങ്കിൽ